2011 പുറത്തിറങ്ങിയ ത്രീ കിങ്സ് എന്ന ചിത്രത്തിലെ ഈ രംഗത്തിൽ കാണിക്കുന്ന കാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ചാക്കോ ബോബനും മറ്റൊരു നടിയും നടന്നു വരുന്നത് കാണാം. എന്നാൽ ഇത് തൊട്ടടുത്ത സീനിൽ മറ്റൊരു ഭാഗത്ത് സംഭവിക്കുന്ന ദൃശ്യം അബദ്ധത്തിൽ ഈ സീനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നുപെട്ടതാണ്. 1989 പുറത്തിറങ്ങിയ അടിക്കുറിപ്പ് എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ഈ കോടതി രംഗത്തിൽ വാദം തുടങ്ങുന്ന സമയം 11:40 ആണ്. വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമയം 11:45 ആകുന്നതായും കാണാം. എന്നാൽ വാദം തീരാറാകുമ്പോഴേക്കും വീണ്ടും ക്ലോക്കിലെ സമയം 11:40 കാണിക്കുന്നുണ്ട്. അതായത് വാദം തുടങ്ങിയ സമയമാണിത്. 1993 മോഹൻലാൽ ചിത്രമായ മിഥുനത്തിൽ ലാലേട്ടനും ശ്രീനിവാസനും ചേർന്ന് ഉർവശിയെ തട്ടിക്കൊണ്ടുപോകുന്ന ഈ രംഗത്തിൽ പിറകെ വരുന്ന ജനാർദ്ദനൻ കാണാതിരിക്കാനാണ് കുട്ട കൊണ്ട് പായ മറച്ചു പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഇടയ്ക്ക് ആ കുട്ട ലാലേട്ടൻ്റെ തലയുടെയും പായയുടെയും ഇടയിൽ വരുന്നതായി കാണാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ പായയുടെ ഉള്ളിലുള്ള ആളെ പുറകിൽ വരുന്ന ആൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. 2008 പുറത്തിറങ്ങിയ കോളേജ് കുമാരൻ എന്ന മോഹൻലാൽ ചിത്രത്തിലെ ഈ രംഗത്തിൽ ഹരിശ്രീ അശോകൻ മാവ് കുഴയ്ക്കുന്നതായി കാണാം. ലാലേട്ടനുമായി സംസാരിച്ച ശേഷം ദേഷ്യത്തോടെ ഹരിശ്രീ അശോകൻ കുഴച്ച മാവ് മേശപ്പുറത്തേക്ക് എറിയുകയും മേശപ്പുറത്തുള്ള ധാന്യപ്പൊടി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തെറിക്കുന്നതായും കാണാം. എന്നാൽ തുടക്കത്തിൽ ആ മേശപ്പുറത്ത് ധാന്യപ്പൊടി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. 2005 പുറത്തിറങ്ങിയ തസ്കരവീരൻ എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ഈ രംഗത്തിൽ കടയിലേക്ക് ഇടിച്ചു കയറ്റിയ കാർ റിവേഴ്സ് എടുക്കുമ്പോൾ കാറിന് മുകളിൽ ഒന്നും തന്നെ ഇല്ലെന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഡോർ തുറക്കുമ്പോൾ കാറിന് മുകളിൽ നിന്ന് പ്ലാസ്റ്റിക് പന്തുകൾ വീഴുന്നതായി കാണാം. ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും കാറിന് മുകളിൽ ഒന്നും തന്നെയില്ല. എന്നാൽ പോലീസുകാരൻ ഡിക്കി തുറക്കുന്ന സീനിൽ മുകൾ ഭാഗത്ത് പന്തുകൾ കിടക്കുന്നതായി കാണാം. ഇതേ സിനിമയിലെ തന്നെ മറ്റൊരു രംഗത്തിൽ മമ്മൂട്ടി ബനിയനിട്ടാണ് കുളിക്കാൻ ഇറങ്ങുന്നത്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ മമ്മൂട്ടി ബനിയൻ ഇല്ലാതെ കുളിക്കുന്നതായാണ് കാണിക്കുന്നത്. 1986 പുറത്തിറങ്ങിയ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന മോഹൻലാൽ ചിത്രത്തിലെ ഈ രംഗത്തിൽ ലാലേട്ടന് നൽകുന്നത് വൈറ്റ് കളർ ഷർട്ടാണ്. ഈ ഷർട്ട് ഇട്ടുകൊണ്ടാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. എന്നാൽ എയർപോർട്ടിലെ സീനിൽ കാണിക്കുമ്പോൾ ലാലേട്ടൻ ഗ്രേ കളർ ഷർട്ട് ഇട്ടാണ് ഇരിക്കുന്നത്. ൽ പുറത്തിറങ്ങിയ ഭാർഗവചരിതം 3-ാം ഖണ്ഡം എന്ന ചിത്രത്തിലെ ഈ രംഗത്തിൽ മമ്മൂട്ടി സായികുമാറിനെ ചവിട്ടാൻ തുടങ്ങുമ്പോൾ റഹ്മാന്റെ 2 കൈയിലും ഒന്നും തന്നെയില്ല. എന്നാൽ ചവിട്ട് കഴിഞ്ഞ് റഹ്മാൻ തിരിയുന്ന സമയം അദ്ദേഹം കയ്യിൽ ഒരു തൊപ്പി പിടിച്ചിരിക്കുന്നതായി കാണാം. 1984 പുറത്തിറങ്ങിയ ഓടരുതമ്മാവ ആളറിയാം എന്ന മൂവിയിലെ ക്ലൈമാക്സ് സീനിൽ ശങ്കറിൻ്റെ ബൈക്കിന് നമ്പർ പ്ലേറ്റ് ഉള്ളതായി കാണാം. എന്നാൽ ചേസിങ്ങിനിടയിൽ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഓടുന്നതും വീണ്ടും നമ്പർ പ്ലേറ്റ് പ്രത്യക്ഷപ്പെടുന്നതും കാണാം. പുറത്തിറങ്ങിയ അധിപൻ എന്ന മോഹൻലാൽ ചിത്രത്തിലെ ഈ രംഗത്തിൽ ലാലേട്ടൻ കൊണ്ടുപോകുന്ന ഗ്ലാസ്സിലെ മദ്യം വളരെ ലൈറ്റായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ അടുത്ത മൊമെൻറ്റിൽ തന്നെ ഗ്ലാസ്സിലെ മദ്യം ഡാർക്കായിട്ടാണ് കാണിക്കുന്നത്.